ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. പുതിയൊരു രീതിയിൽ, എൻ്റെ ഒരു രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സവാളയും ആവശ്യത്തിനുള്ള സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് വെച്ചു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചോറും മോരും ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ നമ്മളല്ലാതെ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മോരിന് വേണ്ടിയിട്ട് സവാളയും വറ്റൽമുളകും ഇട്ട് നല്ലതുപോലെ വതങ്ങിയതിന് ശേഷം തക്കാളി ഇട്ട് നല്ലതുപോലെ അതും വതങ്ങിയിട്ട് നമ്മൾ മോരൊഴിച്ച് കൊടുക്കുകയാണ്. മോരൊഴിച്ച് കൊടുത്തിട്ട് അത് തിളപ്പിക്കാതെ നമ്മൾ നല്ല ചൂട് തിളച്ച് വരുന്ന ഒരു ചൂടിൽ അത് മോര് നമ്മൾ എടുത്ത് മാറ്റണം. ഇതെൻ്റെ രീതിയിലുള്ള ഒരു മോരാണ്. ഇത് നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന രീതിയിലുള്ള മോരല്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ, ഞങ്ങളിത് ഓൾറെഡി ട്രൈ ചെയ്തതാണ്. എന്നിട്ട് നമ്മളിവിടെ ചിക്കൻ ഇത് ഫ്രൈ ചെയ്യാനല്ല, ഇത് കറി വെക്കാനുള്ള ചിക്കനാണ്. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്താണ് കറി വെക്കുന്നത്. ഇതിൽ നമ്മൾ ശകലം ചിക്കൻ മസാല, ശകലം മുളക്, ശകലം ഉപ്പ് ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഇത്രയും ചേർത്തിട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്ത് നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യല്ല, ഇത് നമ്മൾ നോർമലി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെറിയൊരു ഫ്രൈ മതി, നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ആക്കാൻ പാടില്ല, കാരണം ഇത് നമ്മൾ കറിയിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മളത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം അടുത്തത് നമ്മൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോവാന്ന് വെച്ചാൽ നമ്മൾ അടുത്തത് ചിക്കൻ നമ്മളല്ലാതെ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇതിന് നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യുന്ന കണക്ക് തന്നെ ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയും മുളക് പൊടിയും ഉപ്പും പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നോർമലി ഫ്രൈ ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ലതുപോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് നമ്മളിത് നമുക്ക് കോരിയെടുക്കാം. ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട്. കാരണം ഓൾറെഡി ഫ്രൈ ചെയ്ത ആ മസാലയിൽ തന്നെ എക്സ്ട്രാ ഇതും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ശരിക്കും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്ത റെസിപ്പി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ധൈര്യമായിട്ട് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് നമ്മുടെ ചിക്കൻ കറിയാണ് വെക്കേണ്ടത്. കാരണം നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ ചോറ് അതിൻ്റെ ഇടയ്ക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി, ചോറിൻ്റെ കൂടെ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ മോരും പിന്നെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാൻ പോവാണ്. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് വറ്റലൊന്ന് പൊട്ടിച്ചെടുക്കുക. വറ്റൽ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ലതുപോലെ വറ്റലൊന്ന് പൊട്ടി വരണം. വറ്റൽ പൊട്ടി വന്ന ശേഷം നമ്മൾ സവാള ഇടുകയാണ്. സവാള ഇതിലൊരു 5-6 സവാളയോളം ഉണ്ട്. ഇതിൽ അത്യാവശ്യം നിറയെ സവാള നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഈ ചിക്കൻ കറി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സവാള ഇട്ടതിന് ശേഷം സവാള നല്ലതുപോലെ വതക്കി കൊടുക്കണം. സവാള നല്ലതുപോലെ വതങ്ങണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ സവാള നമ്മൾ വഴറ്റിയെടുക്കണം. ഇതിൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കളർ മാറ്റം കാണാവുന്നത് ആ എണ്ണയുടേതാണ്, അത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നല്ലതുപോലെ സവാള വതക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ശകലം ഉപ്പിട്ട് വതക്കിയാൽ പെട്ടെന്ന് വതങ്ങും സവാള. അങ്ങനെ നമ്മുടെ സവാള ഇവിടെ നല്ല രീതിയിൽ വതങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സവാള വതക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളി ഇടുകയാണ്. തക്കാളി നല്ലതുപോലെ നല്ല രീതിയിൽ തന്നെ വതങ്ങി വരണം. തക്കാളിയൊക്കെ നല്ല രീതിയിൽ വതങ്ങിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇടുക. ഇതിൻ്റെയൊക്കെ ആവശ്യം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ടാൽ മതി. കാരണം എനിക്കിതിൻ്റെ കണക്കൊന്നും അറിയത്തില്ല, ഞാനൊരു ഉദ്ദേശ കണക്ക് വെച്ചിട്ടാണ് എല്ലാം ഇടുന്നത്. അങ്ങനെ നമ്മൾ ശകലം മല്ലിപ്പൊടി ഇടുന്നു. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ഇടുക. ചിക്കൻ മസാല കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ശകലം ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ശകലം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. എന്നിട്ട് ഇത് ഇത്രയും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ ഈ സവാളയും തക്കാളിയായിട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ വതങ്ങി വരുന്ന രീതിയിൽ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ മിക്സായ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എന്ന് തന്നെ പറയാം. ഒരു ഗ്ലാസ് പിന്നെ കുറച്ചൊരു ശകലം കൂടിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു ശകലം ആവശ്യത്തിനുള്ള വെള്ളം, കാരണം ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ വെള്ളം ഇട്ടത് തിളച്ച് വന്ന ശേഷം നമ്മൾ ഓൾറെഡി കറിക്ക് വേണ്ടി വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കൻ ഇടുക. ലൈറ്റ് മസാല ഇട്ട് നമ്മൾ ലൈറ്റായിട്ട് വറുത്ത് വെച്ചേക്കുന്ന ആ ചിക്കൻ എടുത്ത് കറിയിലിടുക. അപ്പം നമ്മളിനി കുറച്ചൊരു 5 to 10 മിനിറ്റിനകം, 10 മിനിറ്റ് വേണ്ടി വരില്ല, അതിൻ്റെ അകം നമുക്ക് ഈ ചിക്കൻ കറി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെഡിയായി വരും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ മോര് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ കറി നല്ല രീതിയിലൊന്ന് റെഡിയായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, കാരണം ഇത് ഞങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ ട്രൈ ചെയ്ത റെസിപ്പിയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏറെക്കുറെ നല്ലതുപോലെ തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഞങ്ങൾ ഈ സാധനം ഓൾറെഡി ട്രൈ ചെയ്തതായതുകൊണ്ട് ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഇത് വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഒരു റെസിപ്പി ശരിക്കും നല്ല വിജയകരമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്, വളരെ സിമ്പിളുമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പോയി കഴിക്കാൻ പോവാണ് ഗൈസ്. ബൈ.